Hi everyone, welcome to Eduooz MLT PSC Coaching class. ഇന്ന് നമ്മൾ തിയറി ക്ലാസ് ഒന്നും അല്ല, നമ്മൾ ഇത്രയും ദിവസം ഒത്തിരി തിയറി ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോബയോളജി ആയാലും മൈക്രോബയോളജിയിൽ തന്നെ ജനറൽ മൈക്രോ ബാക്ടീരിയോളജി, അതുപോലെ തന്നെ പാരസൈറ്റോളജി, മൈക്കോളജി ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെമറ്റോളജിയും ബയോകെമിസ്ട്രി ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആ തിയറി ക്ലാസ് നമ്മളിങ്ങനെ ജസ്റ്റ് കേട്ടുപോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് തിയറി പഠിച്ചു പോകും നമ്മൾ. പക്ഷെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ തിയറിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയമേ നമുക്ക് സെൽഫ് ഒരു അസസ്മെന്റ് നടത്തണം. അപ്പൊ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റാങ്ക് ബൂസ്റ്റേഴ്സ് ക്ലാസ് ആണ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തിയറി ക്ലാസ്സിന്റെയും ഇൻഡിവിജ്വൽ ഓരോ തിയറി ക്ലാസ്സിന്റെയും ഒരു 50 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തിയറി ക്ലാസ് ഫുൾ തെറോ ആയിട്ട് പഠിച്ച ശേഷം ഈ റാങ്ക് ബൂസ്റ്റർ നിങ്ങൾ കാണുക. അപ്പോഴേക്കും റാങ്ക് ബൂസ്റ്ററിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് നടത്താം. സെൽഫായിട്ട് തന്നെ ഒരു അസസ്മെന്റ് നടത്താം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ട്, നല്ലോണം നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കിനി സമയമുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ആവുന്ന സമയം ആവുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് റാങ്ക് ബൂസ്റ്റേഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എല്ലാ സബ്ജക്റ്റിന്റെയും ഇതേപോലെ തന്നെ ഇൻഡിവിജ്വലി ഓരോ ക്ലാസ്സസ് തിയറി ക്ലാസ് ഏതൊക്കെ തിയറി പോർഷൻസ് എടുക്കുന്നുണ്ടോ ആ ക്ലാസ്സിനനുസരിച്ചിട്ട് എല്ലാം ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിന്ന് മൈക്രോബയോളജിയിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്തായിരുന്നു? ബാക്ടീരിയയുടെ മോർഫോളജിയും അതിന്റെ ക്ലാസിഫിക്കേഷനും ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ ഫസ്റ്റ് ക്ലാസ്സിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് അസിഡോഫൈൽസ്? ഈ പറയുന്നതിൽ ഏതാണ് ഈ അസിഡോഫൈൽസിനെ ബെസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയിന്റ് ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓർഗാനിസം ദാറ്റ് ത്രൈവ് ഇൻ ഹൈ സലൈനിറ്റി എൻവയോൺമെന്റ്. Second option, option B, is organism that require extreme heat to survive. Third one is organism that can grow in acidic environment. And option D is organism that only live in low oxygen conditions. അപ്പോൾ അസിഡോഫൈൽസ് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അസിഡോഫൈൽസിന്റെ ഡെഫിനിഷൻ നമ്മുടെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എന്തായിരിക്കും അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ എന്താ ഓർത്ത് നോക്കുക? അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിക് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നവരാണ്. സോ അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓർഗാനിസം ദാറ്റ് ക്യാൻ ഗ്രോ ഇൻ അസിഡിക് എൻവയോൺമെന്റ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അസിഡിക് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നവരാണ്. അതായത് ദ മൈക്രോ ഓർഗാനിസം വിച്ച് ആർ കേപ്പബിൾ ഓഫ് ത്രൈവിംഗ് ഇൻ അസിഡിക് എൻവയോൺമെന്റ് ദാറ്റ് ആർ നോൺ ആസ് അസിഡോഫൈൽസ്. അതായത് pH range ഇറ്റ് ഈസ് അബൌട്ട് 2 to 3 അല്ലെങ്കിൽ അതിൽ കുറവോ 2 to 3 അതിൽ കുറവോ അസിഡിക് pH റേഞ്ചിലുള്ള സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെ എല്ലാം നമുക്ക് അസിഡോഫൈൽസ് എന്ന് പറയാം. ഓക്കെ, then ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും മാത്രമല്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ടു അസിഡോഫൈൽസ് ആൻഡ് ആൽക്കലോഫൈൽസ്? ഈ പറയുന്നതിൽ അസിഡോഫൈൽസിനും ആൽക്കലോഫൈൽസിനും രണ്ടിനും മാച്ച് ആവുന്ന ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് അസിഡോഫൈൽസ് ത്രൈവ് ഇൻ ആൽക്കലൈൻ എൻവയോൺമെന്റ് വൈൽ ആൽക്കലോഫൈൽ ത്രൈവ് ഇൻ അസിഡിക് എൻവയോൺമെന്റ്. Second option, acidophils and alkalophiles are both named for same type of microorganisms. Then acidophils thrive in acidic environment while alkalophiles thrive in alkaline environment. Option D is acidophils and alkalophiles are terms used interchangeably to extremophiles. Okay, ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പൊ അസിഡോഫൈൽസിനും ആൽക്കലോഫൈൽസിനും രണ്ടിനും കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഈസ് acidophils thrive in option C, acidophils thrive in acidic environment while alkalophiles thrive in alkaline environment. ആ പേരിൽ തന്നെ ഉണ്ട്. acidophils എന്ന് പറയുമ്പോൾ acidic environmentil സർവൈവ് ചെയ്യുന്നവരും alkalophiles എന്ന് പറയുമ്പോൾ alkaline environmentil സർവൈവ് ചെയ്യുന്നവരുമാണ്. ഓക്കെ, ആൻഡ് അപ്പോ കറക്റ്റ് ആയല്ലോ, ഇത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following microorganism is correctly matched with its preferred pH environment?
അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പല രീതിയിൽ. ഇപ്പോൾ അസിഡോഫൈൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് സെയിം, ആൻസർ സെയിം ആയിരിക്കും. അസിഡോഫൈൽസ് മീൻസ് അസിഡിക് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്നത്. അത് പല രീതിയിൽ ട്രിക്കി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ചേഞ്ച് ചെയ്ത് വരാം. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ പിക്ക് ചെയ്യുക. അതിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അത്രയും തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, കാരണം എല്ലാം ഏകദേശം ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറിയ സിമിലാരിറ്റി തോന്നും. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പിക്ക് ചെയ്യുക. Okay, അപ്പോൾ next question എന്ന് പറയുന്നത് which of the following microorganism is correctly matched with its preferred pH environment? First one, acidophiles. Acidophiles thrive in alkaline environment. Second option, neutrophiles thrive in acidic environment, and alkalophiles thrive in neutral pH environment, and acidophiles thrive in acidic environment. Correct answer is acidophiles. ആ പറയുന്നതിൽ acidophiles thrive in alkaline environment എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അത് തെറ്റാണ്. ആൽക്കലൈൻ എൻവയോൺമെന്റിലല്ല acidophiles സർവൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫൈൽസ്. ന്യൂട്രോഫൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ന്യൂട്രൽ പി എച്ചിൽ മാത്രമേ അവർ സർവൈവ് ചെയ്യൂ. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, അവർ അസിഡിക് എൻവയോൺമെന്റ് ആഗ്രഹിക്കുന്നവരാണ്. അതായത് വിച്ച് ത്രൈവ് ഇൻ അസിഡിക് എൻവയോൺമെന്റ് എന്നാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ആൽക്കലോഫൈൽസ്. ന്യൂട്രൽ പി എച്ചിലാണ് അവർ സർവൈവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ? അതും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ is option D, acidophiles which thrive in acidic environment. Okay. Next question. What type of environment do halophilic bacteria thrive in? ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിലാണ് ഹാലോഫിലിക് ബാക്ടീരിയ സർവൈവ് ചെയ്യുക? ഹാലോഫിലിക്. അപ്പോൾ ഈ ഹാലോഫിലിക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം ഹാലോഫിലിക്, നോൺ ഹാലോഫിലിക്. ആ ഒരു കറക്റ്റ് അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ നമ്മുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എ ഈസ് അസിഡിക് എൻവയോൺമെന്റ്, ബി ഈസ് ഹൈ പ്രഷർ എൻവയോൺമെന്റ്, ആൻഡ് സി എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ എൻവയോൺമെന്റ്, ഡി ഈസ് ഹൈ സലൈനിറ്റി എൻവയോൺമെന്റ്. ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ നോൺ ഹാലോഫൈൽ എന്ന് പറയുമ്പോൾ എന്താ, എന്തിന്റെ ബേസിസിലാണ്? അവരുടെ സലൈനിറ്റിയുടെ ബേസിസിലാണ് നമ്മുടെ അവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, സോൾട്ട് കോൺസെൻട്രേഷന്റെ ബേസിസിൽ. അപ്പൊ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി, ഹൈ സലൈനിറ്റി എൻവയോൺമെന്റ്. അതാണ് കറക്റ്റ് ആൻസർ. അതായത് ഹാലോഫിലിക് ബാക്ടീരിയ വിച്ച് ത്രൈവ് ഇൻ ഹൈ സലൈനിറ്റി എൻവയോൺമെന്റ്, അതായത് സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള എൻവയോൺമെന്റിലായിരിക്കും ഹാലോഫിലിക് വെബ്രിയാസ് സർവൈവ് ചെയ്യുക. ഓക്കെ, ദേ ഹാവ് അഡാപ്റ്റേഷൻ ദാറ്റ് അലൗ ദം ടു സർവൈവ് ആൻഡ് ഈവൻ ഫ്ലറിഷ് ഇൻ ദാറ്റ് കണ്ടീഷൻ. അതായത് ആ ഒരു സലൈൻ കണ്ടീഷനിൽ അവർക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും ഹാലോഫിലിക് വെബ്രിയോസിന്. ഹാലോഫിലിക് ബാക്ടീരിയാസ്. വെബ്രിയോസ് ഒരു എക്സാമ്പിൾ ആണ് ഹാലോഫിലിക് ബാക്ടീരിയാസിന്. ഓക്കെ. The next question is, what is a defining characteristic of autotrophic bacteria? ഈ ഓട്ടോട്രോഫിക് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരിക എനർജി. അതായത് ഒരു ഓർഗാനിസത്തിനെ അവരുടെ എനർജി സോഴ്സിന്റെ ബേസിസിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓട്ടോട്രോഫ്സ് എന്നും ഹെട്രോട്രോഫ്സ് എന്നും. അവരെ എനർജി ഒബ്റ്റൈൻ ചെയ്യുന്നതിന്റെ ബേസിസിൽ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണോ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോട്രോഫ് ഹെട്രോട്രോഫ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്താ ഓട്ടോട്രോഫ്, എന്താ ഹെട്രോട്രോഫ് എന്ന് കറക്റ്റ് ആയിട്ട് ഡെഫിനേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ? ഈ കൊടുത്തേക്കുന്നതിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ദേ റിക്വയർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആസ് ദെയർ എനർജി സോഴ്സ്. Option C is they can produce their own food from inorganic substances. Option D is they are only found in extreme environments. ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് വന്നല്ലോ, എനർജി പ്രൊഡക്ഷൻ ആണ്. അപ്പൊ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പൊ ഈ പറയുന്ന രണ്ടെണ്ണം ദേ ക്യാൻ, ഓപ്ഷൻ ബിയും സിയും മാത്രമേ എനർജി റിലേറ്റഡ് ആയിട്ട് ഇതിൽ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതില് എന്താ ഓട്ടോട്രോഫിന്റെ എനർജി സോഴ്സ് എന്താന്നുള്ളത് വരണം. എന്താണ് ഓട്ടോട്രോഫിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്? ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവരുടെ തന്നെ ഫുഡ് അവരെ പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി, അതായത് they can produce their own food from inorganic compounds. Inorganic compounds ൽ നിന്ന് അവരുടെ തന്നെ ഫുഡിനെ അവർ പ്രിപ്പയർ ചെയ്യുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ അതെന്ന് പറയുന്നത് തിയറി ക്ലാസ് നമ്മൾ തെറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ തിയറി ക്ലാസ് നിങ്ങൾ ഈ റാങ്ക് ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ആ ഏത് ചാപ്റ്ററിന്റെ ആണോ റാങ്ക് ബൂസ്റ്റർ ഒന്ന് നോക്കിയിട്ട് അതിന്റെ തിയറി ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്ന് നോക്കുക. നോക്കിയ ശേഷം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ തുടങ്ങുക. അപ്പോഴേക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്
എന്താ ഇതിന്റെ ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ്? ഓട്ടോട്രോഫിക് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഫുഡ് അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് അത് അവരുടെ എനർജി സോഴ്സ് ഏതായിരിക്കും? എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിരിക്കും ഇവരുടെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് അവരെന്ത് ചെയ്യും? അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ദീസ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇൻ വേരിയസ് എക്കോസിസ്റ്റം. ഈ ഓട്ടോട്രോഫ്സ് ആണ് ഒരു എക്കോസിസ്റ്റത്തിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and they play a crucial role in converting the inorganic compounds to organic matter. Inorganic compounds il ninnu organic matter ne prepare cheyyunnil oru main role ee autotrophs nu undu. Okay, appo next question. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യന്റെയും ഓപ്ഷൻസ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടെ വരുന്നത്. ആ എക്സ്പ്ലനേഷൻ്റെ അതിന് ചിലപ്പോൾ നെക്സ്റ്റ് ഒരു നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി തറവാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ? ഈ പറയുന്ന ഓപ്ഷൻസിൽ ഈ ഓട്ടോട്രോഫിക് ബാക്ടീരിയക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ട് ഓട്ടോട്രോഫിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് ഓപ്ഷൻ, ദേ ഒബ്റ്റെയിൻ എനർജി ബൈ കൺസ്യൂമിങ് other microorganisms. അവര് മറ്റു മൈക്രോ ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്താണ് എനർജി അവർക്ക് ഗെയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദേ ആർ അൺഎബിൾ ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. Option C is they can convert sunlight into energy. And option D is they can produce their own nutrients from inorganic sources. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു ഓട്ടോട്രോഫ്സിന്റെ. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? നിങ്ങൾക്ക് ഏതാ കറക്റ്റ് ആയിട്ട് കിട്ടിയത്? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ന്യൂട്രിയൻസ് ഫ്രം ഇനോർഗാനിക് സോഴ്സസ്. അതായത് അവര് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് ലൈക്ക് ഇനോർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്ന് അവരുടെ തന്നെ ഫുഡിനെ അവര് പ്രിപ്പയർ ചെയ്യും. അതാണ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. Next question is what is a defining characteristic of heterotrophic bacteria? അപ്പോൾ ഓട്ടോട്രോഫ്സ് അറിയാം. ഓട്ടോട്രോഫ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി പ്രൊഡക്ഷന്റെ ബേസിസിൽ ഓട്ടോട്രോഫ്സ് എന്നും ഹെറ്ററോട്രോഫ്സ് എന്നും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നാണ് അവരെന്ത് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിൽ ഏതാ ഓപ്ഷൻ കറക്റ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. Next one, they can survive without oxygen. Next, they obtain energy by consuming organic matter. And last one is they are only found in aquatic environments. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അവരുടെ എനർജി പ്രൊഡക്ഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അവരുടെ എനർജി സോഴ്സ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ അതിലേതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഓട്ടോട്രോഫ്സ് എന്ന് പറയും. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. നെക്സ്റ്റ്, ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജന്റെ ബേസിസിലല്ല ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്, എനർജി പ്രൊഡക്ഷന്റെ ബേസിലാണ്. അതായത് എനർജിക്ക് വേണ്ടിയിട്ട്, അതായത് അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. നെക്സ്റ്റ് പറയുന്നത് ദേ ഒബ്റ്റെയിൻ എനർജി ബൈ കൺസ്യൂമിങ് ഓർഗാനിക് മാറ്റർ. അപ്പൊ ഇവിടെ എനർജിയുടെ ബേസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഓർഗാനിക് മാറ്ററിനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദേ ഒബ്റ്റെയിൻ എനർജി ബൈ കൺസ്യൂമിങ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്ത് എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഓട്ടോട്രോഫ്സ് ആവുമ്പോൾ അവരെന്തായിരുന്നു? ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ആയിരിക്കും അവർ യൂസ് ചെയ്ത്. എന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് അവർ യൂസ് ചെയ്തത്. അപ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോ ഓർഗാനിസം ദാറ്റ് റിലേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആസ് ദെയർ എനർജി സോഴ്സ് ആൻഡ് ന്യൂട്രിയൻ സപ്ലൈ. ന്യൂട്രിയൻ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എനർജി സോഴ്സിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ്. അവർക്ക് അവരുടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് അവർ എനർജി ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, then next question, what is the primary difference between autotrophic and heterotrophic bacteria? Autotroph്സിനെയും ഹെറ്ററോട്രോഫ്സിനെയും ഡിഫറൻസ് എന്താ? എനർജി പ്രൊഡക്ഷന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആകെ കൂടിയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരാൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമുക്ക് ഓട്ടോട്രോഫ്സ് എന്നും ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമുക്ക് ഹെറ്ററോട്രോഫ്സ് എന്നും പറയാം. അപ്പൊ ആ ഒരു ആ ഒരു കറക്റ്റ് ഡെഫിനിഷൻ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓട്ടോട്രോഫിക് ബാക്ടീരിയ പ്രൊഡ്യൂസ് their own food while heterotrophic bacteria cannot produce their own food. Next option, autotrophic bacteria only exist in extreme environment while heterotrophic bacteria are found in diverse habitat. Next one, autotrophic bacteria which require oxygen for their survival while heterotrophic bacteria do not.
Then next one എന്ന് പറയുന്നത് autotrophic bacteria rely on consuming organic matter for their energy, while heterotrophic bacteria can synthesize their own food. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? അവരുടെ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളവരാരാണ്? ഓട്ടോട്രോഫ്സ് ആണ്. അപ്പം ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Autotrophic bacteria produce their own food, while heterotrophic bacteria cannot produce their own food. ഓക്കെ, ഇവിടെ ഇപ്പോ ഈ ഓപ്ഷനിൽ ഇപ്പോ വന്നിരുന്നത് ഓട്ടോട്രോഫിക് ബാക്ടീരിയ യൂട്ടിലൈസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ യൂട്ടിലൈസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നായിരുന്നെങ്കിലും ആ ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the primary electron source used by lithotrophic microorganisms for energy production? അതായത് ഇവിടെ നമ്മൾ എന്താ, അവിടെ കാർബൺ സോഴ്സ് ആയിരുന്നു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാർബൺ സോഴ്സിന്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ സോഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാർബൺ സോഴ്സിന്റെ ബേസിസിലാണ് അവിടെ എന്ത് ചെയ്തത്, സോഴ്സ് ഓഫ് കാർബണിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഗാനിക് എന്നും ഇനോർഗാനിക് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇവിടെ എന്താണ്, ഇലക്ട്രോൺ സോഴ്സിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. Option A is organic compounds, B is sunlight, C oxygen and D is inorganic compounds. അപ്പോൾ ലിത്തോട്രോഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെയുള്ള സാധനത്തിന് നമുക്ക് ഓർമ്മ വരണം, ഓർഗാനോട്രോഫ്സ്. ലിത്തോട്രോഫ്സും ഓർഗാനോട്രോഫ്സും ഇലക്ട്രോൺ ഡോണറിന്റെ ബേസിസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഗാനോട്രോഫ്സ് ആൻഡ് ലിത്തോട്രോഫ്സ് എന്ന ഓർഗാനിസംസിനെ നമ്മൾ ഇലക്ട്രോൺ ഡോണേഴ്സിന്റെ അവർ യൂട്ടിലൈസ് ചെയ്യുന്ന എനർജി പ്രൊഡക്ഷനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇലക്ട്രോൺ ഡോണറിന്റെ ബേസിസിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ ലിത്തോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അവർ എന്തായിരിക്കും യൂസ് ചെയ്യുക, ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം, ലിത്തോട്രോഫ്സ് എന്ന് പറയാം. ലിത്തോട്രോഫിക് മൈക്രോ ഓർഗാനിസംസ് ആർ ഓൾസോ നോൺ ആസ് ലിത്തോട്രോഫ്സ് എന്നും പറയും. ഇവർ എന്തിനാ യൂട്ടിലൈസ് ചെയ്യുക, ഇവർ ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, പ്രൈമറി ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഇവർ യൂസ് ചെയ്യുക. എനർജി പ്രൊഡക്ഷന്റെ പ്രൈമറി ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെയാണ്. ഓർഗാനോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് like ammonia, hydrogen sulfide, iron and അങ്ങനെ ഉള്ള കുറച്ച് കോമ്പൗണ്ട്സിനെയാണ് ഇവർ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, next question is, what is the primary source of electron for organotrophic microorganisms? നമുക്കറിയാം ലിത്തോട്രോഫ് ഇനോർഗാനിക് ആണെങ്കിൽ ഓർഗാനോട്രോഫിക് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ എന്തായിരിക്കും, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയായിരിക്കും, ഓർഗാനിക് കോമ്പൗണ്ട്സിലായിരിക്കും. അപ്പൊ ഇതിലുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ സി ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓർഗാനോട്രോഫിക് മൈക്രോഓർഗാനിസംസ് which obtain energy from organic compounds. They use organic compounds as their electron donors. Organic compounds നെയാണ് അവരുടെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതേസമയം ലിത്തോട്രോഫ് വരുമ്പോൾ അവിടെ ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും എന്താ നമ്മുടെ ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇത് എന്താ, ഓർഗാനോട്രോഫ് എന്ന് കേൾക്കുമ്പോൾ ഓർഗാനോട്രോഫ് എന്താ, ലിത്തോട്രോഫ് എന്താ, രണ്ടിന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ മൈൻഡിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ ഇലക്ട്രോൺ സോഴ്സസ് ഫോർ ഓർഗാനോട്രോഫ്സ് ആൻഡ് ലിത്തോട്രോഫ്സ്? ഓർഗാനോട്രോഫ്സിനെയും ലിത്തോട്രോഫ്സിനെയും പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർഗാനോട്രോഫ്സ് യൂസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആസ് ദെയർ ഇലക്ട്രോൺ സോഴ്സ്, വൈൽ ലിത്തോട്രോഫ്സ് യൂസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആസ് ദെയർ ഇലക്ട്രോൺ സോഴ്സ്. ആണോ? അല്ലല്ലോ. ഓർഗാനോട്രോഫിന് ഓർഗാനിക് കോമ്പൗണ്ട്സും ലിത്തോട്രോഫിന് ഇനോർഗാനിക് കോമ്പൗണ്ടും ആണ്. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓർഗാനോട്രോഫ്സ് യൂസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ലിത്തോട്രോഫ്സ് യൂസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേട്ടോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഓർഗാനോട്രോഫ്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ലിത്തോട്രോഫ്സ് ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ കേസ് ഓഫ് ഓർഗാനോട്രോഫ്സ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ കേസ് ഓഫ് ലിത്തോട്രോഫ്സ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലോണം തറവോ മൈൻഡിൽ നല്ലോണം ഫിക്സ് ആവാൻ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരേ ക്വസ്റ്റ്യനും ഓപ്ഷനും തന്നെ പല രീതിയിൽ ട്രിക്കി ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പല രീതിയിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട്
നമ്മുടെ മൈൻഡിൽ അത് ഫിക്സ് ആവും. ഇങ്ങനെയുള്ള ലിത്തോട്രോഫ്സ് എന്താ, ഇപ്പൊ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് എന്താ ഓർഗാനോട്രോഫ്, എന്താ ലിത്തോട്രോഫ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് എക്സാമിന് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനും പറ്റും. ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, ചിന്തിച്ചിരുന്ന് വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിയറി കംപ്ലീറ്റ് ആ ഏത് പോർഷൻ ആണോ റാങ്ക് ബൂസ്റ്റർ വരുന്നത് അതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് മുന്നേ നോക്കിയ ശേഷം മാത്രം റാങ്ക് ബൂസ്റ്റർ കേൾക്കുക. അപ്പോഴേക്കും നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓപ്ഷൻസും ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മാക്സിമം ഈ ഇത് റാങ്ക് ബൂസ്റ്ററും ഇതും കൂടെ തരുന്നത് കൊണ്ട് നിങ്ങൾ മാക്സിമം അതുകൊണ്ടുള്ള നിങ്ങൾക്ക് അത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് മാക്സിമം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് തിയറി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വേഗമായിട്ടൊന്ന് നോക്കിയ ശേഷം ഈ റാങ്ക് ബൂസ്റ്റർ കേൾക്കാൻ പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മാക്സിമം മിക്കവാറും വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കഷനിൽ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ഈ റാങ്ക് ബൂസ്റ്റേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾ തറവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ സെൽ വാൾ ഇൻ ബാക്ടീരിയൽ സെൽ? റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ, facilitation of cell movement, then protection and structural support, then synthesis of energy molecule. Cell wall എന്താ cell wall? അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് cell wall ബാക്ടീരിയൽ സെല്ലിന്റെ കേസിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ബാക്ടീരിയൽ സെൽ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, ബാക്ടീരിയൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്താ, നമുക്കൊരു പ്രൊട്ടക്ഷൻ, അതായത് പുറത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാണ് സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ. സെയിം ആണ് ബാക്ടീരിയ കേസിലെ സെൽ വോൾ, അവർക്കൊരു ബാരിയർ ആണ്, അതേപോലെ ഒരു പ്രൊട്ടക്ഷനും ഒരു സപ്പോർട്ടും ആണ് എന്തെന്ന് പറയുന്നത് അവരുടെ സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അതായത് അവരുടെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സെൽ വോൾ ആണ്. പിന്നെ അതേപോലെ തന്നെ സെൽ വാൾ കമ്പോണൻസിന് അനുസരിച്ചിട്ട് സെൽ വാളിന്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അത് അവരുടെ സെൽ വാൾ കമ്പോസിഷന്റെ ബേസിസിലാണ്. പല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സെൽ വാൾ ഉള്ളത് കൊണ്ട് ഈ ഈ പ്രഷർ ഡിഫറൻസ് വന്നിട്ടുള്ള ഒരു സെൽ ബേസ്റ്റിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യും. ഓസ്മോട്ടിക് ഇവരെല്ലാ സാധനങ്ങളും ഉള്ളിലേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് ഈ സെല്ലിന് വേണ്ട പ്രൊട്ടക്ഷൻ നടക്കുന്നു പെട്ടെന്ന്. അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റൽ ചേഞ്ച്, ഓസ്മോട്ടിക് ചേഞ്ചസ് ഒക്കെ, പ്രഷർ ചേഞ്ച് ഒക്കെ വന്നിട്ട് സെൽ ബേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സെൽ വോൾ ആണ് ശരിക്കും ആ ഒരു പ്രോസസ്സിൽ നിന്നൊക്കെ ഈ ഓർഗാനിസത്തിനെ സേവ് ചെയ്യുന്നത് സെൽ വോൾ ആണ്. ഓക്കെ, then next question is what are mesosomes in bacterial cells? നമ്മൾ മീസോസോംസ് പഠിച്ചിട്ടുണ്ട്. എന്താ മീസോസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബാക്ടീരിയൽ സെല്ല് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻവാജിനേറ്റഡ് സ്ട്രക്ചർ, അകത്തേക്ക് ഇൻവാജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ, അതാണ് മീസോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഫോർ എനർജി പ്രൊഡക്ഷൻ, then specialized structures for DNA replication, invagination of cell membrane with various functions, then enzymes responsible for protein synthesis. Membrane bound organelles for energy production. നമ്മുടെ ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഇതൊരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. നമുക്കറിയാം പ്രോകാരിയോട്സിന് എന്തില്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ പ്രോകാരിയോട്സിന് ഇല്ല. അപ്പൊ ഓപ്ഷൻ ശരിയല്ല. The next one is specialized structures for DNA replication. DNA replication അങ്ങനെ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഒന്നുമില്ല. റൈബോസോംസ്, പ്രോട്ടീൻ സിന്തസിസും മറ്റുമൊക്കെ നടന്നിട്ടാണ് DNA replication നോർമലി സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് നമ്മുടെ പ്രോകാരിയോട്സിന്റെ കേസിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻവാജിനേഷൻ ഓഫ് സെൽ മെംബ്രെയിൻ. ഞാൻ പറഞ്ഞു അകത്തേക്ക് ഇൻവാജിനേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സെല്ലിന്റെ സർഫസ് ഏരിയയും സെൽ മെംബ്രെയിന്റെ സർഫസ് ഏരിയയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻവാജിനേഷൻ ആണിത്. അകത്തേക്ക് ഇൻവാജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ മീസോസോം എന്ന് പറയുന്നത്. ചില കേസിൽ ഇത് റെസ്പിറേറ്ററി ഫംഗ്ഷൻസ് ഒക്കെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പല ഫംഗ്ഷൻസ് ഉണ്ട്, അത് അതിനനുസരിച്ച് പല ഫംഗ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ റെസ്പിറേറ്ററി ഫംഗ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. Correct answer is option C. Mesosomes are not membrane bound organelles. Membrane bound mesosomes അല്ല, prokaryotes membrane bound organelles ഇല്ല. അത് യൂകാരിയോട്സിൽ മാത്രമാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉള്ളത്. പിന്നെ they are structural features found in some bacterial cells. എല്ലാത്തിലും ചില ബാക്ടീരിയയില് ഉള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് ഒരു സ്ട്രക്ചറൽ ഇൻവാജിനേഷൻ ആണ്, ഒരു സ്ട്രക്ചറൽ ഫീച്ചർ ആണ് ഈ മീസോസോം എന്ന് പറയുന്നത്. Then next question, what is the cytoplasm in a cell? സൈറ്റോപ്ലാസം എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈറ്റോപ്ലാസം. അപ്പൊ അത് മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സെൽ. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ എന്താ പറയാ, സെൽ വാൾ എന്നല്ലേ പറയാ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ദ ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ദാറ്റ് കണ്ടെയ്ൻ ഓർഗനൽസ്.
അതല്ലേ കറക്റ്റ്? ആ ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ ആണ്. അതായത് ഈ നമ്മുടെ ഓർഗനൽസ് എല്ലാം ന്യൂക്ലിയസും എല്ലാം ഉള്ള ഓർഗനൽസും എല്ലാം ഉള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള റൈബോസോംസും എല്ലാം പ്രസന്റ് ആയിട്ടുള്ള ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദ ഫ്ലൂയിഡ് ഫിൽഡ് റീജിയൻ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓർഗനൽസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസസ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മെംബ്രെയിനിലുള്ള ഓർഗനൽസ് എല്ലാം, അതേപോലെ തന്നെ ന്യൂക്ലിയസും എല്ലാം കാണുന്നത്. നമ്മുടെ മെംബ്രെയിനിലെ ബാക്ടീരിയൽ സെല്ലിലുള്ള എല്ലാ ഓർഗനൽസും റൈബോസോംസ് അതേപോലെ തന്നെ ന്യൂക്ലിയസ് എല്ലാം തന്നെ കാണുന്നത് എവിടെയാണ്? ഇൻക്ലൂഷൻസ് എല്ലാം കാണുന്നത് നമ്മുടെ സെൽ മെംബ്രെയിനിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, എല്ലാം നമ്മുടെ പ്രോട്ടീൻ സിന്തസിസും റെപ്ലിക്കേഷനും എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നതും ഇതിന്റെ ഉള്ളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് റൈബോസോംസ് ഇൻ എ സെൽ? ഇതിപ്പോ പ്രോകാരിയോട്സിലായാലും യൂകാരിയോട്സിലായാലും റൈബോസോമിന്റെ ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ അവരുടെ സബ് യൂണിറ്റ്സ് വ്യത്യാസമായിരിക്കും. ഓക്കെ, then energy, first option is energy production through photosynthesis. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് the synthesis of lipids and carbohydrates. Next one is packaging and sorting of cellular materials. Last one is protein synthesis. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാണ് റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോംസ് ആർ cellular structures which is responsible for protein synthesis. അതായത് genetic information, protein synthesis. They read the genetic information in RNA and use to assemble amino acids into proteins. അതായത് നമ്മുടെ മെസഞ്ചർ RNA റീഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അമിനോ ആസിഡ്സ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കോഡോൺസിനനുസരിച്ച് ആ കോഡോൺസ് വന്ന് ജോയിൻ ചെയ്ത് അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് ഒരു ലെങ്തി പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റൈബോസോംസിന്റെ ഫംഗ്ഷൻ, പ്രോട്ടീൻ സിന്തസിസ്. Next question, what is the significance of prokaryotic 70S ribosomes? Prokaryotes in ribosome ആണ് 70S ribosomes. What is the significance of prokaryotic 70S ribosomes? അതായത് റൈബോസോമിന്റെ ഫംഗ്ഷൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. അത് നേരത്തെ ചോദിച്ചാൽ ഡയറക്റ്റ് ചോദിച്ചു, ഇപ്പൊ ചോദിക്കുന്നത് 70S റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എടുത്ത് ചോദിക്കുകയാണ്. They are responsible for DNA replication. Next option, they synthesize lipids for the cell membrane. Then they are involved in protein synthesis. Next one is they regulate cell division. Correct answer എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഓൾറെഡി 70S റൈബോസോം എന്ന് പറയുമ്പോൾ എന്താ? പ്രോട്ടീൻ സിന്തസിലാണ് അവർക്ക് റോൾ ഉള്ളത്. സോ കറക്റ്റ് ആൻസർ ഇസ് ദേ ആർ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അതാണ് കറക്റ്റ് ആൻസർ. Prokaryotic 70S ribosome play a crucial role in protein synthesis within the prokaryotic cells. 70S ribosome വരുന്നത് എപ്പോഴും prokaryotic സെല്ലിന്റെ ഉള്ളിലായിരിക്കും. And they are responsible for translating genetic information encoding mRNA മെസഞ്ചർ RNA റീഡ് ചെയ്തിട്ട് അവർ കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അവർക്ക് ആ മൂന്ന് കോഡോൺസ് വെച്ചിട്ട് അവർ റീഡ് ചെയ്തിട്ട് ഇവർ കറക്റ്റ് അമിനോ ആസിഡ്സിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സീക്വൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് 70S റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻക്ലൂഷൻ ഗ്രാനുൾസ് ഇൻ ബാക്ടീരിയൽ cells? Bacterial cells inclusion granules എന്താണ്? These are membrane-bound organelles involved in DNA replication, structures responsible for cell movement and locomotion, intracellular storage sites for nutrients and cellular materials, then enzyme responsible for protein synthesis. Correct option എന്ന് പറയുന്നത് ഓപ്ഷൻ സി, intracellular storage sites for nutrients and cellular materials. Inclusions എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള എനർജി സ്റ്റോറേജ് ആയിരിക്കും. നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള ഇൻട്രാസെല്ലുലാർ സ്റ്റോറേജ് സൈറ്റ്സ് ആണ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. These granules are used to store various substances like glycogen, polyphosphate, അതേപോലെ തന്നെ ലിപ്പിഡ്സ്. ഇതിനെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇൻക്ലൂഷൻസ് ആണ്. ഓക്കെ, then next question. Next question is, what are plasmids in bacterial cells? എന്താ പ്ലാസ്മിഡ്സ് എന്നാണ്? പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് റെസ്പോൺസിബിൾ ഫോർ എനർജി പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഇൻ സെൽ ഡിവിഷൻ. And next one, small circular DNA molecule often carrying extra genetic information. Last one is enzymes that degrade foreign DNA in the cell. അപ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇതൊരു എക്സ്ട്രാ ക്രോമസോമൽ സ്ട്രക്ചർ ആണ്. എക്സ്ട്രാ ക്രോമസോമൽ സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്?
പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ സ്ട്രക്ചേഴ്സ് ആണ്. ദീസ് ആർ സ്മോൾ സർക്കുലർ DNA molecules. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. സ്മോൾ സർക്കുലർ DNA molecules often carrying extra genetic informations. That's correct answer. Plasmid are small circular DNA molecule that exists separate from the main chromosomal. നമ്മുടെ എക്സ്ട്രാ ക്രോമസോമൽ ആണ്. മെയിൻ ക്രോമസോമൽ DNA സെപ്പറേറ്റ് ആയിരിക്കും നിൽക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഒരു സർക്കുലർ സ്ട്രക്ചറിലായിരിക്കും ഇവർ കാണുക. ഇവരെ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആ ഒരു നേച്ചറൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡ്സ് ആണ്. ഈ പ്ലാസ്മിഡ്സ് റെസിസ്റ്റന്റ് ബാക്ടീരിയയിൽ നിന്ന് നോൺ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയയിലേക്ക് ഇവർ കോൺജുഗേഷൻ വഴി ഈ പ്ലാസ്മിഡിനെ പ്ലാസ്മിഡ് പാസ് ചെയ്യുന്ന സമയത്ത് ആ എന്താ സസെപ്റ്റബിൾ ആയിരുന്ന ഓർഗാനിസം കൂടി എന്തായി മാറും? റെസിസ്റ്റന്റ് ആയിട്ട് മാറും. ഇവർ മെയിൻ ആയിട്ട് ക്യാരി ചെയ്യുന്നത് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസും അതേപോലെ തന്നെ എന്താ ജീൻസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ സം സ്പെസിഫിക് മെറ്റബോളിക് പ്രോസസ്, അതിനെയൊക്കെയാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? ക്യാരി ഔട്ട് ചെയ്യുന്നത് എക്സ്ട്രാ ക്രോമസോമൽ DNA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ? ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഔട്ടറിലായിട്ട്, അതായത് നമ്മുടെ ബാക്ടീരിയയുടെ സെൽ വോളിന്റെയും പുറത്തായിട്ട് ഏറ്റവും ഔട്ടറിലായിട്ട് കാണുന്ന ഒരു ലെയർ ആണ് എന്ത് പറയുന്നത്? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ അത് ഓക്കെ മൈൻഡിൽ വെച്ചേക്കാം. ദെൻ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് സെല്ലുലാർ റെസ്പിറേഷൻ. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് എയ്ഡ്സ് ഇൻ അറ്റാച്ച്മെന്റ്. ഇറ്റ് സ്റ്റോഴ്സ് ജനറ്റിക് ഇൻഫർമേഷൻ. ഇറ്റ് ജനറേറ്റ് എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഏറ്റവും ഔട്ടറിലാണ്. അപ്പോ എന്തായിരിക്കും? ഏറ്റവും സെൽ വോളിന്റെയും പുറത്താവുമ്പോൾ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് വൺ, ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഫാഗോസൈറ്റോസിസ് പോലുള്ള പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യും. ഈ സെൽ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് ഒരു പരിധി വരെ ഫാഗോസൈറ്റോസിസിനെ പ്രിവെന്റ് ചെയ്യും. എൻഗൾഫ് ചെയ്താലും അവരുടെ എന്താ ലൈസോസോം ഫാഗോസോം ഫോർമേഷനെ ഇവർ പ്രിവെന്റ് ചെയ്യും. പല രീതിയിൽ ഇവർ എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യും. പിന്നെ പറയുന്നത് അറ്റാച്ച്മെന്റ്. അതായത് ഈ ക്യാപ്സ്യൂള് ഈ കുറച്ചുകൂടെ ഈ സെല്ലിനെ പെട്ടെന്ന് ഈ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ റെസ്പിറേറ്ററി ഏരിയ അങ്ങനെ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകാൻ പറ്റുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പും കൂടെ ആര് കൊടുക്കും? നമ്മുടെ ഈ ക്യാപ്സ്യൂൾ കൊടുക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് എയ്ഡ്സ് ഇൻ അറ്റാച്ച്മെന്റ്. ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ ഇസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഔട്ട്സൈഡ് ദ സെൽ വോൾ. സെൽ വോളിന്റെ പുറത്ത് എല്ലാവരിലും ഇല്ല, ചില ഓർഗാനിസംസിൽ മാത്രമേ കാണുള്ളൂ. ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്കൊരു എൻവയോൺമെന്റൽ ചേഞ്ചസിൽ വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, the next question is, what is the primary function of bacterial flagella? Bacterial flagella എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ആ ഒരു ഹെയർ ലൈക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലോങ് ഹെയർ ലൈക്ക് അപ്പൻഡേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ടീരിയൽ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഫ്ലജല്ലയുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലജലേറ്റഡ് ഓർഗാൻസ് ഉണ്ട്, നോൺ ഫ്ലജലേറ്റഡ് ഓർഗാൻസ് ഉണ്ട്. ഫ്ലജലേറ്റഡ് ആണെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ? ഫ്ലജലേറ്റഡ് ഓർഗാനിസംസ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോക്കോമോട്ടറി ഓർഗൻ ആണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ഏതാ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്, ദെൻ സെൽ ഡിവിഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ, ഫെസിലിറ്റേറ്റിംഗ് സെൽ മൂവ്മെന്റ്. ലോക്കോമോട്ടറി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് സെൽ മൂവ്മെന്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരു വിപ്പ് ലൈക്ക് അപ്പൻഡേജസ്, ലെങ്തി ആയിട്ടുള്ള വിപ്പ് ലൈക്ക് അപ്പൻഡേജസ് ആണ് ഈ എന്താ പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിന്റെ അറേഞ്ച്മെന്റിന് അനുസരിച്ചിട്ട് നമുക്ക് ആംഫിട്രൈക്കസ്, പെരിട്രൈക്കസ്, ലോഫോട്രൈക്കസ്, മോണോട്രൈക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്ലജലേറ്റഡ് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ. ഓക്കെ, ഈ ഫ്ലജലേറ്റഡ് ഓർഗാനിസം ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. മോട്ടൈൽ ആയിട്ടുള്ളവരായിരിക്കും. മോട്ടിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഫ്ലജലേറ്റഡ് ആണെങ്കിൽ മാത്രമേ അവർ മോട്ടൈൽ ആയിരിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എ മോണോട്രൈക്കസ് ബാക്ടീരിയൽ സെൽ? ഒരു മോണോട്രൈക്കസ് ബാക്ടീരിയൽ സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞു മോണോട്രൈക്കസ് ഉണ്ട്, ആംഫിട്രൈക്കസ് ഉണ്ട്, ലോഫോ ഉണ്ട്, പെരിട്രൈക്കസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ മോണോട്രൈക്കസ്? മോണോ മീൻസ് സിംഗിൾ. മോണോ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ? സിംഗിൾ, ഒന്നേ കാണുള്ളൂ. അപ്പോൾ മോണോട്രൈക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാ നോക്കാം. ഫസ്റ്റ് വൺ, എ സെൽ വിത്ത് മൾട്ടിപ്പിൾ ഫ്ലജല്ല ഓൾ ഓവർ ഇറ്റ് സർഫസ്. അങ്ങനെ മൾട്ടിപ്പിൾ ഫ്ലജല്ല മൊത്തം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിട്രൈക്കസ് എന്നാണ് പറയുന്നത്. Then a cell with a single flagellum at one end. ഒരൊറ്റ ഫ്ലജലം ഉള്ളതിനെ നമ്മൾ എന്ത് പറയും?
monotrichous എന്ന് പറയും. പിന്നെ മറ്റു രണ്ട് ഓപ്ഷൻ ഉള്ള. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് എ സെൽ വിത്ത് എ സിംഗിൾ ഫ്ലജെല്ലം അറ്റ് വൺ എൻഡ്. ദാറ്റ് ഈസ് എന്താണ്? മോണോട്രൈക്കസ് ബാക്ടീരിയൽ സെൽ. മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഫ്ലജലോ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് കാണുള്ളൂ, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ഒരു ഫ്ലജലം അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മോണോട്രൈക്കസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടേം ഡിസ്ക്രൈബ് ബാക്ടീരിയൽ സെൽസ് വിത്ത് മൾട്ടിപ്പിൾ ഫ്ലജല്ല അറ്റ് വൺ എൻഡ്? ഒരു സൈഡിൽ തന്നെ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലോഫോട്രൈക്കസ്, പെരിട്രൈക്കസ്, മോണോട്രൈക്കസ്, ആംഫിട്രൈക്കസ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലോഫോട്രൈക്കസ് ആണ്. ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്, ഒരു എൻഡില് ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലോഫോട്രൈക്കസ് എന്ന് പറയും. ഓക്കെ, then next ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താ മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരു സിംഗിൾ ഫ്ലജെല്ലം അറ്റ് വൺ എൻഡ്. അത് ഈ സൈഡിലോ ഏത് സൈഡിലെങ്കിലോ, പക്ഷെ ഒരെണ്ണേ പാടുള്ളൂ. ദെൻ ലോഫോട്രൈക്കസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു ടഫ്റ്റ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജെല്ല അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ലോഫോട്രൈക്കസ് എന്ന് പറയാം. പിന്നെ രണ്ട് എൻഡിൽ നിന്നും സിംഗിൾ ആയിട്ടുള്ള ഓരോ ഇത് വീതമോ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജെല്ലോ എങ്ങനെ അറൈസ് ചെയ്താലും രണ്ട് പോൾസിൽ നിന്നും ഫ്ലജെല്ല അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആംഫിട്രൈക്കസ് എന്ന് പറയാം. ദെൻ പെരിട്രൈക്കസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിന്റെ ആ ബോഡിക്ക് ചുറ്റും, ആ പോൾസിൽ മാത്രമല്ല ആ ബാക്ടീരിയയുടെ സെല്ലിന്റെ ചുറ്റിനും എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? പെരിട്രൈക്കസ്. ഇതാണ് മോണോ, ലോഫോ, ആംഫി ആൻഡ് പെരിട്രൈക്കസ് ഫ്ലജെല്ലാസ്. The next question, what does it means when a bacterial cell is described as amphitrachous? നമ്മൾ ഓൾറെഡി പറഞ്ഞു amphitrachous എന്ന് പറയുമ്പോൾ എന്താണ്? The cell has a single flagellum, then the cell has flagella at both poles and the cell lacks a cell wall. The cell has a helical shape. നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ tuft of flagella അല്ലെങ്കിൽ single flagellum at both ends. ഇതാണ് amphitrachous. ഒരു സിംഗിൾ ഫ്ലജെല്ലമോ അല്ലെങ്കിൽ ഒരു ടഫ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫ്ലജെല്ലയോ രണ്ട് സൈഡിൽ നിന്നും അറ്റ് എ ടൈം രണ്ട് സൈഡിലും വേണം, ഒരു സൈഡിലല്ല, രണ്ട് പോൾസിൽ നിന്നും ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് എന്താ പറയാം? ആംഫിട്രൈക്കസ്. ഇപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ സെൽ ഹാസ് ഫ്ലജെല്ല അറ്റ് ബോത്ത് പോൾസ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. Then next question, what is the arrangement of a flagella in peritrichous bacterial cell? Peritrichous എന്ന് പറയുമ്പോൾ all over the body, ആ സെല്ലിന്റെ സർഫസിൽ കംപ്ലീറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ സിംഗിൾ ഫ്ലജെല്ലം അറ്റ് വൺ എൻഡ് ഓഫ് ദ സെൽ വോൾ. ഒരെൻഡിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഒറ്റ എൻഡിൽ മാത്രം, അത് സിംഗിളോ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജലോ സിംഗിൾ ഫ്ലജലോ എങ്ങനെയാൽ സിംഗിൾ ഫ്ലജലോ ആണെങ്കിൽ അതിന് മോണോട്രൈക്കസ് എന്ന് പറയും. ഒരു എൻഡിൽ നിന്ന് ഒരു സിംഗിൾ ഫ്ലജലോ ആണെങ്കിൽ മോണോട്രൈക്കസ്. ഇവിടെ പറയുന്നത് സിംഗിൾ ഫ്ലജലം അറ്റ് വൺ എൻഡ് ആണ്, അപ്പൊ അത് മോണോട്രൈക്കസ്. അതൊരു ഒന്ന് എൻഡിൽ നിന്ന് ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജൽ ആയിരുന്നെങ്കിൽ അതിന് നമ്മൾ ലോഫോട്രൈക്കസ് എന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നത് പെരിട്രൈക്കസ് ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മൾട്ടിപ്പിൾ ഫ്ലജല്ല ഓൾ ഓവർ ദ സെൽ സർഫസ്. മൾട്ടിപ്പിൾ ഫ്ലജല അതിന്റെ ചുറ്റിനും കാണും ഒരുപാട്, അങ്ങനെ പോൾസിൽ മാത്രമല്ല അതിന്റെ ചുറ്റിനും കാണുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പെരിട്രൈക്കസ് എന്ന് പറയാം. Then next, okay, അതാണ് ആൻസർ ആണ് പറഞ്ഞത്, മൾട്ടിപ്പിൾ ഫ്ലജല്ല ഓൾ ഓവർ ദ സെൽ സർഫസ്. Then what is the primary function of bacterial fimbriae? ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ സ്മോൾ ഹെയർ ലൈക്ക് അപ്പൻഡേജസ്, ചെറിയ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിംബ്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഫിംബ്രിയയുടെ ഫംഗ്ഷൻ എന്താണ് നെക്സ്റ്റ് നോക്കുന്നത്? ഓപ്ഷൻ എ, എനർജി പ്രൊഡക്ഷൻ ത്രൂ ഫോട്ടോസിന്തസിസ്, ദെൻ ഫെസിലിറ്റേഷൻ ഓഫ് സെൽ ഡിവിഷൻ, അറ്റാച്ച്മെന്റ് ടു ദ സർഫസ് ആൻഡ് അതർ സെൽസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഫിംബ്രിയയുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ക്യാപ്സ്യൂളിന്റെ പറഞ്ഞതുപോലെയാണ് അറ്റാച്ച്മെന്റ്, അതായത് അവർ ചെന്നിരിക്കുന്ന സൈറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഫിംബ്രിയയുടെ ഫംഗ്ഷൻ. പെട്ടെന്ന് എലിമിനേറ്റ് ഔട്ട് ആയി പോവാതെ അവരെ എവിടെയാണോ അവരുടെ സൈറ്റ് ഓഫ് ആക്ഷൻ ആ സൈറ്റിൽ തന്നെ അവരെ അറ്റാച്ച് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഫിംബ്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, അറ്റാച്ച്മെന്റ് ടു ദ സർഫസ് ആൻഡ് അതർ സെൽസ്. ഓക്കെ, അതായത് കോളനൈസ് ചെയ്യാൻ ഒരു ഓർഗാനിസം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒരു ഏരിയയിൽ തന്നെ കോളനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഫിംബ്രിയ ആണ്. ഫിംബ്രിയ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഒരു സൈറ്റിൽ തന്നെ കോളനൈസ് ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ദെയർ ഓൺ ന്യൂട്രിയൻസ് ഫ്രം ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. നമുക്കറിയാം ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഓട്ടോട്രോഫ്സ്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മൊത്തം ഓട്ടോട്രോഫ് ഹെറ്ററോട്രോഫ് ഒക്കെ ആയിരുന്നു. എന്താ ഓട്ടോട്രോഫ്? അതായത് ഓർഗാനിസംസ് വിച്ച് യൂട്ടിലൈസ് വിച്ച് ഡിപ്പെൻഡ്
ഇനോർഗാനിക് കോമ്പൗണ്ട്സ് as their carbon source. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം? ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് their own nutrients from inorganic compounds. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, heterotrophic bacteria that can synthesize their own food from simple inorganic compounds. അതായത് ഓട്ടോട്രോഫ് ആണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെട്രോട്രോഫ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡ് പ്രിപ്പറേഷൻ ഒന്നുമില്ല, അവര് ഡയറക്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, autotrophic bacteria obtain energy by consuming organic matter. ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്തിട്ടാണ് ഓട്ടോട്രോഫ്സിന് കിട്ടുന്നത്? അല്ല, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അവരെ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും ഫോൾസ് ആണ്. ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് കറക്റ്റ് ആൻസർ. Then heterotrophic bacteria rely on preformed organic compounds for their energy and nutrient needs. അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുക? ഹെട്രോട്രോഫിക് കോമ്പൗണ്ട്സ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, photosynthetic bacteria are a type of autotrophic bacteria that can convert sunlight to energy. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞത് എന്താ? ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന, അവരുടെ തന്നെ ഫുഡ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെന്നാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയും എന്താണ്? ഒരു ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എവിടെയാണ്? സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ സൺലൈറ്റിനെ എനർജിക്ക് വേണ്ടി സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമുക്ക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. നെക്സ്റ്റ്, heterotrophic bacteria play a significant role in breaking down organic matter and recycling nutrients in ecosystem. ഓൾറെഡി പ്രിപ്പയർഡ് ഫുഡിനെ, ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യൂ? ഈ ഹെട്രോട്രോഫിക് ബാക്ടീരിയാസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യും. അവർക്ക് എനർജി കിട്ടാനായിട്ട് അവരെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അതിൽ നിന്ന് എനർജി ഒബ്റ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഈ ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ട്രൂ ആണ്. Then next എന്ന് പറയുന്നത്, all autotrophic bacteria use photosynthesis as their primary mode of energy production. എല്ലാ ഓട്ടോട്രോഫിക് ബാക്ടീരിയയും ഫോട്ടോസിന്തസിസ് ആണ് അവരുടെ പ്രൈമറി മോഡ് ഓഫ് എനർജി. കാരണം ഓട്ടോട്രോഫിക് ആണെങ്കിലും ഫോട്ടോസിന്തറ്റിക് ആണെങ്കിൽ മാത്രമേ അവർക്ക് ഫോട്ടോസിന്തസിസ് വഴി എനർജി പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. ഓട്ടോട്രോഫിക്കലി ആണ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയാസിന് മാത്രമേ ഫോട്ടോസിന്തസിസ് വഴി എനർജി പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, autotrophic bacteria are unable to survive in environments with high levels of carbon dioxide. ഹൈ ലെവൽസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഓക്സിജൻ ഒബ്ലിഗേറ്റ് എയറോബൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓക്സിജന്റെ പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ എമൗണ്ട് ആയി കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യാതിരിക്കൂ. കാരണം അവര് സ്ട്രിക്റ്റ് എയറോബ്സ് ആണ്, ഓക്സിജൻ ഉണ്ടെങ്കിലേ അവർ സർവൈവ് ചെയ്യും. ഇവിടെയും ആ പറയുന്ന അതിന്റെ ബേസിലാണ് ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. അവരുടെ കോൺസെൻട്രേഷൻ കൂടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ഹാർംഫുൾ എഫക്ട്സ് ഒന്നുമില്ല. അവർക്ക് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, എനർജി ന്യൂട്രിയൻസ് പ്രിപ്പയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഇവരുടെ എൻവയോൺമെന്റ് ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടി എന്ന് പറഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെയൊന്നുമില്ല. Then next question, heterotrophic bacteria are unable to survive without a constant supply of organic matter. ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആർ അണേബിൾ ടു സർവൈവ്. അതായത് ഓർഗാനിക് മാറ്റർ കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹെട്രോട്രോഫിക് ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമോ? ഇല്ല. അവർക്ക് ആവശ്യമുള്ള ഓർഗാനിക് മാറ്ററിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടാത്തതിനെ അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. Next, autotrophic bacteria are commonly found in environment with ample sunlight. ഓട്ടോട്രോഫിക് ബാക്ടീരിയ അതായത് ആംബിൾ സൺലൈറ്റ് ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഉള്ള റീജിയണിലായിരിക്കും മിക്കവാറും ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ് കാണുക എന്നാണ് പറയുന്നത്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ട്രൂ.
Next, fill in the blanks questions പോലെയാണ്. Then autotrophic bacteria are capable of producing their own അവരുടെ എന്താണ് ന്യൂട്രിയൻസ് ആണ്. അവർ എന്തിനാണ് ഇനോർഗാനിക് സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക? Their own nutrients from inorganic sources. Next question, heterotrophic bacteria obtain energy by consuming dash matter from the environment. ഏത് മാറ്ററിനാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എനർജി കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാറ്റർ എന്താണ്? ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ? ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓർഗാനിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, photosynthetic bacteria are a subset of dash bacteria that can convert sunlight to energy. ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു, എന്താ ട്രൂ ഓർ ഫോൾസിൽ പറഞ്ഞു. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അതായത് അവർ സൺലൈറ്റിനെയാണ് അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത്. Next question, heterotrophic bacteria play a crucial role in breaking down dash matter and recycling nutrients. നമ്മൾ നേരത്തെ ട്രൂ ഓർ ഫോൾസിൽ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ബ്രേക്ക് ഡൗണിനെയും അവരെ റീസൈക്കിൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ആണ്. കാരണം അവർ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ഓർഗാനിക് മാറ്ററിൽ നിന്ന് എനർജി അവർക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും അടുത്തെന്താ? ബാക്കി അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വീണ്ടും റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു ഫോമിലേക്ക് എത്തുകയും ബാക്കി ഓർഗാനിസംസ് അവരെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, autotrophic bacteria are primary dash producing organic compounds from inorganic. ഇവരെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. നമ്മളൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത് ഓട്ടോട്രോഫിക് ബാക്ടീരിയസിനെ. കാരണം അവർ അവരുടെ തന്നെ ഫുഡിനെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ അവർ തന്നെ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. Next, heterotrophic bacteria rely on preformed dash compounds for their energy needs. Heterotrophic എന്ന് കേൾക്കുമ്പോൾ തന്നെ വരിക organic compounds. Heterotrophic which is related to organic compounds. അപ്പോൾ heterotrophic organism അവരുടെ എനർജി നീഡ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ്. പ്രീഫോംഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the primary function of the cell wall is to provide dash and structural support to the bacterial cells. എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞു സെൽ വാളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾക്കാരും കയറാതെ. ഇപ്പൊ നമ്മൾ വീടിന് ഒരു ഡോർ വെക്കുന്നില്ല, എന്താ ഡോറിന്റെ ഫംഗ്ഷൻ? ഈ വഴിയെ പോകുന്നവരെല്ലാം വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. അതേ സെയിം ഇതാണ് ഇവിടെ സെൽ വാളിന്റെ കേസിലും. പ്രൊട്ടക്ഷനും ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും കൊടുക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സെൽ വാളിന്റെ ഫംഗ്ഷൻ. Next question, the cell wall helps maintain the dash of the bacterial cell. Cell wall ന്റെ ഫംഗ്ഷൻ എന്താ? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ആ ബാക്ടീരിയയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ സെൽ വാളിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം പ്രൊട്ടക്ഷനും ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടും കൊടുക്കുക. The next, the cell wall prevents bacterial cell from bursting due to the differences in dash pressure. സെൽ വാൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓസ്മോട്ടിക് വേരിയേഷൻസ്, പ്രഷർ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ ആ ഒരു പ്രഷർ വേരിയേഷൻ ഇതിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? സെൽ വാൾ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ വേരിയേഷൻ മൂലമുള്ള ബേസ്റ്റിംഗിനെ പ്രിവെന്റ് ചെയ്യുന്ന ആരാണ്? സെൽ വാൾ ആണ്. നെക്സ്റ്റ്, in addition to structural support, the cell wall acts as a dash against harmful substances. എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം ഹാർംഫുൾ സബ്സ്റ്റൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബാരിയർ. ഫോർ എക്സാമ്പിൾ, എല്ലാ ആന്റിബയോട്ടിക്സും ഈ സെൽ വാളിന്റെ ആ ഒരു ഇത് വെച്ച് ചില ആന്റിബയോട്ടിക്സ് ചില ഓർഗാനിസത്തിനുള്ളിൽ കയറില്ല. ആ സെൽ വാൾ എന്നവരെ പ്രിവെന്റ് ചെയ്ത് നിർത്തും. അങ്ങനെ ഒരു ബാരിയർ ആയിട്ട് എല്ലാ ആൾക്കാരെയും അതിന്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ഈ സെൽ വാൾ ആണ്. നെക്സ്റ്റ്, the cell wall contributes to the overall dash of bacterial cell. ബാക്ടീരിയൽ സെല്ലിന്റെ ഓവറോൾ സ്ട്രെങ്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? സെൽ വാൾ ആണ്. ഓവറോൾ സ്ട്രെങ്ത്, അതായത് ആ ഒരു സ്ട്രക്ചർ റിജിഡിറ്റിയിൽ പ്രോപ്പർ ഷേപ്പിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൽ വാൾ ആണ്.
Next question, the cell wall is composed of a complex network of എന്താ മെയിൻ കമ്പോണന്റ് എന്താ നമ്മുടെ സെൽ വോളിന്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസിന്റെ ബേസിസിലാണ് നമ്മൾ പെപ്റ്റിഡോഗ്ലൈക്കൻ തിക്കൻഡ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ്, തിൻ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് എന്ന് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് എന്താ ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസിന്റെ ബേസിലാണ്. തിക്നെസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ബേസിൽ തിക്നെസ് ആയിട്ടുള്ള ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. തിൻ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണെങ്കിൽ അതെന്തായിരിക്കും ഗ്രാം നെഗറ്റീവ് ആയിരിക്കും. Next question, the cell wall plays a crucial role in determining the bacterial cells dash to antibiotics. സെൽ വോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആന്റിബയോട്ടിക്സിനെയൊക്കെ എൻട്രി ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരു പരിധി വരെ. ചില ആൾക്കാരെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക്. അപ്പോൾ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ബാക്ടീരിയൽ സെൽസ് സസെപ്റ്റബിലിറ്റി ടു ആന്റിബയോട്ടിക്സ്. ഏതെങ്കിലും പല ആന്റിബയോട്ടിക്സിന് പല ഓർഗാൻസും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പോൾ ആ സസെപ്റ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സെൽ വോൾ സസെപ്റ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ സെൽ വോളിനൊരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. Next question, in gram-negative bacteria, the cell wall is surrounded by an additional layer. നമുക്കറിയാം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തോളൂ. എന്താ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ തിക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സെൽ മെംബ്രെയിനും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഒക്കെ വരുന്നത്, ദെൻ സൈറ്റോപ്ലാസം ഒക്കെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന് ശേഷം സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ വരുന്നുണ്ട്, സൈറ്റോപ്ലാസം വരുന്നുണ്ട്. പക്ഷേ ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ പുറത്തായിട്ട് ഒരു ഔട്ടർ എക്സ്ട്രാ ലെയറും കൂടെ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയും, ഒരു ലിപ്പിഡ് ലെയർ. ഈ ലിപ്പിഡ് ലെയർ ഉള്ളത് കൊണ്ടാണ് ഓർഗാൻസും ഗ്രാം നെഗറ്റീവ് ആവുന്നത്. ഈ ലിപ്പിഡ് ലെയറിലേക്ക് വന്നാണ് നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റ് അയൺ കോംപ്ലക്സ് ബൈൻഡ് ചെയ്യുന്നതും ഡീകളറൈസേഷൻ വരുന്ന സമയത്ത് ഇവർ വാഷ് ഔട്ട് ആയി പോകുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഇവരുടെ ഗ്രാം നെഗറ്റീവ് സെല്ലിന്റെ പെപ്റ്റിഡോഗ്ലൈക്കന്റെയും പുറത്തായിട്ടുള്ള അഡീഷണൽ ലെയറിനെ നമ്മൾ എന്ത് പറയും ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ബാക്ടീരിയ ദാറ്റ് ലാക്ക് എ സെൽ വോൾ ആർ. അതായത് സെൽ വോൾ ലാക്കിംഗ് സെൽ വോൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളൊരു അപ് ടു 50 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. നമ്മുടെ ബാക്ടീരിയൽ മോർഫോളജി ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എടുത്ത ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും നിങ്ങൾ തറവായിട്ട് ഒന്ന് നോക്കുക. കാരണം ആൻസേഴ്സ് ആദ്യം ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും മാത്രമേ ഉള്ളൂ, നെക്സ്റ്റ് ആണ് ആൻസറും എക്സ്പ്ലനേഷനും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ആൻസർ നോക്കാതെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ടോപ്പിക്സ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ടോപ്പിക് എനിക്ക് കുറച്ചുകൂടി റിപ്പീറ്റ് ആയിട്ട് നോക്കണം എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ആ ടോപ്പിക് കുറച്ചുകൂടെ ഒന്ന് തറവായിട്ട് പഠിച്ചിട്ട് വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ക്ലാസ് വൈസ് ഓരോ ദിവസം എടുക്കുന്ന തിയറി ക്ലാസ് വൈസ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഈ കിട്ടുന്ന അവസരം നിങ്ങൾക്ക് ടൈം ഇപ്പോൾ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പോൾ ടൈം ഉണ്ട്. ടൈം ഉള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കിട്ടുന്ന റാങ്ക് ബൂസ്റ്റേഴ്സ് ആയാലും തിയറി ക്ലാസ്സസ് ആയാലും റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സമയമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. പിന്നെ അല്ലാതെ തന്നെ തരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, PDF ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. മാക്സിമം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ മാക്സിമം എല്ലാവരും തറവായിട്ട് പഠിച്ച ശേഷം റാങ്ക് ബൂസ്റ്റേഴ്സും കൂടെ ഇനി തൊട്ട് എല്ലാ സബ്ജക്ട്സിന്റെയും തിയറി ക്ലാസ്സിന്റെ ഏതൊക്കെ തിയറി ക്ലാസ്സസ് ഉണ്ടോ ആ തിയറി ക്ലാസ്സിനനുസരിച്ചുള്ള റാങ്ക് ബൂസ്റ്റേഴ്സ് കൂടെ വരുന്നതായിരിക്കും ഇനി. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് ബൂസ്റ്റർ ക്ലാസ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും വരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇതും വേണ്ട, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് തറവായിട്ട് നമുക്ക് കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.